നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 30 ബുധൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് 1 വർഷം. പ്രകൃതി കണ്ണടച്ചപ്പോൾ അന്ന് ജീവിതങ്ങൾ വഴിമാറി ഒഴുകി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 772.11 കോടി രൂപ എത്തിയപ്പോഴും സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് 108.19 കോടി രൂപ മാത്രം. ചില സന്നദ്ധ സംഘടനകൾ വീട് നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറി കഴിഞ്ഞിട്ടും മാർച്ച് 24 തറക്കല്ലിട്ട സർക്കാരിന്റെ ടൗൺഷിപ്പിൽ മാതൃകാ വീട് നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല. അതേസമയം ഉരുൾജലം ഒലിച്ചെത്തിയ പുന്നപ്പുഴയുടെ നവീകരണത്തിനായി മാത്രം 195.55 കോടി രൂപ അനുവദിച്ച് പ്രവൃത്തി പുരോഗമിക്കുകയാണ്. കേന്ദ്ര വായ്പയിൽ നിന്നാണ് ഈ തുക. ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം കൂടിയാണ്. അടിമത്വം നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പല രൂപത്തിലും ഇപ്പോഴും തുടരുന്നുണ്ട്. മനുഷ്യ അന്തസ്സിനും സാമൂഹിക നീതിക്കും നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായി മനുഷ്യക്കടത്ത് മാറിക്കഴിഞ്ഞു. ലഹരി മാഫിയ പോലെ ഇതിനു പിന്നിൽ വലിയ രാജ്യാന്തര ശൃംഖലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ 5 ദിവസമായി ജയിലിൽ കഴിയുന്ന സിസ്റ്റർമാരായ പ്രീതി മേരിയുടെയും വന്ദന ഫ്രാൻസിസിന്റെയും ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസിൽ ആരോപിച്ചിരിക്കുന്ന മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ അധികാരപരിധിയിലില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സെഷൻസ് കോടതിയിൽ ഇന്നലെ നൽകിയ അപേക്ഷ ഇന്ന് പരിഗണിക്കും. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ അവിടെയാണ് പരിഗണിക്കുക. മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടന്നിട്ടില്ലെന്നും ജോലി ചെയ്ത് ജീവിക്കാനായി ഭരണഘടന നൽകിയിട്ടുള്ള അവകാശമാണ് യുവതികൾ ഉപയോഗിച്ചതെന്നും ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഭീകരതയെ പ്രതിരോധിക്കാൻ ഇന്ത്യ സ്വീകരിച്ച നടപടികളൊന്നും ഒരു രാജ്യവും തടഞ്ഞിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആക്രമണം നിർത്താൻ ഒരു നേതാവും പറഞ്ഞില്ല. വെടിനിർത്തൽ പാകിസ്ഥാൻ ഇന്ത്യയോട് അപേക്ഷിക്കുകയായിരുന്നു. ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മറുപടി പറയുകയായിരുന്നു മോദി. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ ദുർബലമായെങ്കിലും ശക്തമായ കാറ്റ് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നാണ് പ്രവചനമെങ്കിലും ഈ വേഗപരിധി മറികടക്കാനും സാധ്യതയുണ്ട്. ട്രോളിംഗ് നിരോധനം നാളെ അവസാനിക്കും. നിരോധിത കാലത്ത് തീരദേശങ്ങളിൽ ഒരിടത്തും കാര്യമായി മത്സ്യം കിട്ടിയില്ലെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. മുൻകാലങ്ങളിൽ ഇതായിരുന്നില്ല സ്ഥിതി. നിരോധന കാലത്തും ധാരാളം മത്സ്യം കിട്ടിയിരുന്നു. US-ലുള്ള സ്ത്രീയുടെ 1.5 കോടിയോളം രൂപ വില വരുന്ന വീടും സ്ഥലവും തട്ടിയെടുത്ത് മറിച്ചുവിറ്റ കേസിലെ മുഖ്യപ്രതി ആധാരം എഴുത്തുകാരൻ ആറ്റുകാൽ സ്വദേശി അനന്തപുരി മണികണ്ഠനെ ബംഗളൂരുവിലെ ഹോട്ടലിൽ നിന്ന് ഷാഡോ പോലീസ് പിടികൂടി. കോൺഗ്രസ് മുൻ പ്രാദേശിക നേതാവായ മണികണ്ഠനെ രാത്രിയോടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കി. അഞ്ചുതെങ്ങ് മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖ കേന്ദ്രത്തിലെ ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന 177 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നാളെ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ മുടങ്ങിയെന്നും അത്യാവശ്യ ഉപകരണങ്ങൾ പോലും ഇല്ലെന്നും വെളിപ്പെടുത്തൽ നടത്തിയ യൂറോളജി വകുപ്പ് മേധാവി CH ഹാരിസിനോട് സർക്കാർ വിശദീകരണം തേടും. ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്നോ നാളെയോ ഡോക്ടർ ഹാരിസിന് നോട്ടീസ് നൽകും. നോട്ടീസ് ശിക്ഷാ നടപടിയല്ലെന്ന് വിശദമാക്കിയ ഉദ്യോഗസ്ഥർ വിശദീകരണം അവ്യക്തമാണെങ്കിൽ നടപടിയുണ്ടാകുമെന്നും വ്യക്തമാക്കി. UPI പിൻ നമ്പറിന് പകരം ഫേസ് ഐഡിയോ ഫിംഗർ പ്രിന്റോ ഉപയോഗിച്ച് പണം അയക്കുന്നതിനുള്ള സംവിധാനം ഉടൻ. UPI പണമിടപാടുകൾ ബയോമെട്രിക് പാസ്വേഡ് ഉപയോഗിച്ച് നടത്തുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പരിഗണിക്കുന്നു. അതിവേഗ ഇടപാടുകളും കൂടുതൽ സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്നതാണ് ബയോമെട്രിക് പാസ്വേഡ് സംവിധാനം. സ്മാർട്ട് ഫോണുകളിൽ നിലവിലുള്ള ഫേസ് ID, ഫിംഗർ പ്രിന്റ് സംവിധാനമാണ് UPI ഇടപാടുകൾക്ക് ഉപയോഗിക്കുക. ഇന്ത്യയും UK-യുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നതോടെ ബ്രിട്ടീഷ് നിർമ്മിത ആഡംബര കാറുകളുടെ ഇറക്കുമതി വൻതോതിൽ വർദ്ധിച്ചേക്കും. കരാർ പ്രകാരം ബ്രിട്ടനിൽ നിർമ്മിച്ച പ്രീമിയം കാറുകൾക്ക് ഇന്ത്യയിൽ ബാധകമായ ഇറക്കുമതി ചുങ്കം ഗണ്യമായി കുറയും. എന്നാൽ തിരഞ്ഞെടുത്ത മോഡലുകളിൽപ്പെട്ട പരിമിത എണ്ണം ആഡംബര കാറുകൾക്ക് മാത്രമാവും ഇറക്കുമതി ചുങ്കത്തിലെ ഇളവെന്നാണ് സൂചന. ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് അറുതിയില്ലാത്ത ഗാസയിൽ ഇന്നലെ മാത്രം 62 പാലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു. ഇതോടെ യുദ്ധത്തിലെ മരണസംഖ്യ 60,000 കടന്നു. ഗാസയിൽ പല കാലങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും ഭീമമായ മരണസംഖ്യ ആദ്യമായാണ്. 36 പേരിൽ ഒരാൾ എന്ന നിരക്കിലാണ് മരണമെന്ന് അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തു.
അസാമാന്യമായ മനോബലവും പോരാട്ടവീര്യവുമാണ് ദിവ്യ ദേശ്മുഖിന് വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ വിജയമുറപ്പാക്കിയതെന്ന് ചെസ് ഇതിഹാസം സൂസൻ ബോൾഗർ. ഇന്ത്യ-ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റ് നാളെ മുതൽ. പിച്ചിൽ പ്രതീക്ഷ വെച്ച് ഇരു ടീമുകളും. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.